അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പൊ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലർ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ രേണുസുതിയെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ രേണുസുതി അടിക്കടിക്ക് ദുബായിലും ബഹ്റിനിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് മാത്രം ഇതിനു വേണ്ട പ്രൊമോഷൻ, അതായത് ബാർ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെഫീന ബീവി അവരവരുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പോകുന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ഇവൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം തന്നെയായിരുന്നു. ദേ ഇപ്പൊ ആ ഒരു സംശയങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒരു ഉറപ്പ് വരുന്ന രീതിയിൽ ഒരു വോയിസ് നമ്മുടെ ഷെഫീന ബീവി പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും ഇത് പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഈ പാപ്പിലോണിന്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പം ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പൊ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലർ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരാൻ തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലൂണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പൊ ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു വരാം, അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോവും, നാട്ടിൽ നിന്ന് കൊച്ചു പെമ്പിള്ളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെ ഉണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പം ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഈ പെണ്ണ് പാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായി പോയി. അതാണ് കൂടുതലും വെറുത്തോണത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകണം, അത് ഷെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ. ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ ഗ്യാങ് കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവൊന്നും അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ഈ ആഴ്ചയിൽ എങ്ങനെയാണ് മാറ്റിപ്പോണേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഫ്രണ്ട് 2 പെമ്പിളാരെയും വെച്ചിട്ട് ഒരു തീരുപ്പം അതിൻ്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിൻ്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷെ ഇവളുടെ ഈ ബിസിനസ് ഇവളെ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്.
അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ് ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട്. ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത്. ഇവർക്ക് ഈ ഒരുപാട് വലിയ വലിയ ഗ്യാങ്ങുകളാണ് ഇവരുടെ കസ്റ്റഡി. സത്യത്തിൽ ഞാൻ സെബീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ് ഇപ്പൊ ഷബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവുകയും വഴിയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യമാണ്. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ എവളെന്നല്ല, ഇനി ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിന്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവുകയും വഴിയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും ലീവിന് നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കേണ്ടിയുള്ളത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കേണ്ടിയുള്ളതാണ്. കറക്റ്റായ കാര്യമാണ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഒരു വീക്കണക്ക് എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ട് നീതി കണക്കുള്ള വൃത്തിയുടെ സാധനങ്ങൾ. ആ ഗ്രൂപ്പിനകത്ത് ഇവരില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ ഒരു ലേഡി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. ആ ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവരെ കാരണം പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇവർ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ പല ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്, ഇവർക്ക് ഒരുപാട് പിരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഇരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഇനിയൊരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും പിന്നെ ഇവളവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും അപ്പം ഇവളെടുത്ത് പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. എത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അവർക്ക് നമ്പർ കൊടുക്കുന്നു ഒക്കെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് പിന്നെ ഇവളെങ്ങനെ ആളെങ്ങനെ പാവമാണെന്ന് തോന്നുന്നല്ലേ, പാവം. ഞാൻ പറഞ്ഞ് ഞാനിന്നൊരു ദിവസമല്ലേ കണ്ടോളൂ, പക്ഷെ കണ്ടിട്ട് സംസാരമൊക്കെ കേട്ടിട്ട് പാവം പോലെയാ തോന്നുന്നത്. പിന്നെ ഓരോരുത്തർ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവർക്കൊരു ജോലി കൊടുക്കാൻ പറ്റൂല, പിന്നെ അവരെങ്ങനെ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എന്നത് തള്ളിക്കളഞ്ഞു. പക്ഷെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അവള് മുകളിലോട്ട് കുറച്ചുകൂടെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതാണ് കൂടുതലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവളൊക്കെ നമ്മൾ വേണമെങ്കിൽ എന്തും ചെയ്യാനായിട്ട് പഠിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നതൊക്കെ. അവർക്കൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ആണുങ്ങളും പണമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ പലരും ഉണ്ട്, പിടിപാടുള്ള. അങ്ങനത്തെ ഇതാണ് അവർക്കൊക്കെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നും പറയാത്തത്. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്, ഇങ്ങനെ കുറേ ഈ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ പറയുന്ന പോലെ സ്വർണ്ണവും കൊണ്ടുപോകുമ്പോൾ 5 പവൻ വീതം കൊണ്ടുപോകാമല്ലോ. തിരിച്ചിങ്ങാട്ട് വരുന്നവർക്ക് കൊണ്ടുപോകല്ലോ. തിരിച്ച് അത് കഴിഞ്ഞ് വിസിറ്റിന് തിരിച്ച് കോണ പമ്പിളൊക്കെ കയ്യിൽ 5 പവൻ വെച്ച് കൊടുത്ത് വിടാമല്ലോ. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും കൊണ്ടുവിടുന്നത്. അവളാണെങ്കിൽ ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവൾ റൂം എടുത്തിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവര് ഇഷ്ടംപോലെ ആൾക്കാരോട് അന്ന് അവിടെ ഫോണിൽ നമ്പർ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അന്നേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ദുരൂഹതകളുണ്ടെന്നുള്ളതെന്ന് മനസ്സിലായി. ആ വീഡിയോയിൽ ഫ്രണ്ട് സീറ്റിൽ ഒരു പെണ്ണുമ്പിള്ള 2 പെൺപിള്ളറേയും വെച്ചിരിക്കുന്നത് അവർക്ക് ഇവിടുത്തെ പെൺവാണിഫ അതിലുള്ള ഒരു ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവർക്കിതാണ് ബിസിനസ്. നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരിക, ആൾക്കാർക്ക് കൊടുക്കുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി. ആ ഫ്രണ്ട് ഇരിക്കുന്ന ലേഡിയുടെ ജോലി അതാണ്. ആ പെണ്ണും പിള്ളേരുടെ ബിസിനസ് അതാണ്. പിന്നെ അവരെ പൊക്കിയാൽ
എന്നൊക്കെ പിടിക്കാൻ പറ്റും അവരെ പൊക്കിയ. കാരണം അവരുടെ നമ്പർ അവർ ഈ പോകുന്ന മരുന്നും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ UAE-യിലുള്ള പോലീസായാലും നാട്ടിലുള്ള പോലീസായാലും അവരെ കറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. അപ്പൊ കണ്ടല്ലോ, ഈ ഒരു വോയിസ് നമുക്കങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല. ഇതിലൊക്കെ ഉണ്ടല്ലോ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണം. ശരിയാണ്, ഇവളെ ഈ എപ്പോഴും പോകുന്നുണ്ട്, ബാഗും തൂക്കിയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെയോ ഉഡായ്പകൾ മണക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും. ഷെഫീന ബീവി തന്നെ അതിന്റെ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ അവർ തീർച്ചയായും അത് പബ്ലിക് ആക്കും. അതുപോലെ എന്തെങ്കിലും തട്ടിപ്പുകൾ അല്ലെ ഉഡായ്പകൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിടിക്കപ്പെടണം. ഇവളുടെ കള്ളത്തരം പൊളിക്കുക തന്നെ വേണം.